ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിജു വിജയ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ആംപ്ലിയർ അസംബിൾ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എനിക്ക് ഇലക്ട്രോണിക്സിലെ വലിയ എക്സ്പീരിയൻസ് ഇല്ല. കാരണം ഞാൻ ITI പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റ് മേടിച്ച് അലമാരിക്കകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു ദിവസം പോലും ഒരു കടയിൽ പോയി ഞാൻ ഇത് ഇലക്ട്രോണിക്സിൻ്റെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പിന്നെ ഒത്തിരി ആൾക്കാർ അത് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഒരു വർക്കും ഞാൻ ഇലക്ട്രോണിക്സിൻ്റെ എടുക്കാറില്ല, ചെയ്യുന്നുമില്ല, ആർക്കും ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം, എൻ്റെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മാത്രം പഠിച്ച തിയറി വെച്ചും പിന്നെ പണ്ട് തൊട്ട് ഒരുപാട് ഇലക്ട്രോണിക്സ് താല്പര്യമുള്ളതുകൊണ്ട് അതൊക്കെ വെച്ച് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എനിക്ക് ഇലക്ട്രോണിക്സിലെ ഒരു തുള്ളി എക്സ്പീരിയൻസ് ഇല്ല. ITI തിയറി പഠിച്ച് പാസ്സായി എന്നുള്ള ഇതല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ ഒരു ദിവസം പോലും ഞാൻ ഒരു കടയിലും പ്രാക്ടീസിന് പോയിട്ടില്ല. കാരണം എൻ്റെ ഒരു ബെഡ് റെസ്റ്റ് സമയത്താണ് ഞാൻ ITI പഠിച്ചത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്കിന്നൊരു ക്യാബിൻ പരിചയപ്പെടാം. ഇത് ഫസ്റ്റിൽ ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ള ക്യാബിന്. ഈ ക്യാബിൻ്റെ സൈസ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഒരടി വീതിയാണ് ഉള്ളത്, 12 ഇഞ്ച് നീളം. വീതി എന്ന് ഉദ്ദേശിച്ചത് ഇതാണെങ്കിൽ 9 ഇഞ്ച് ഹൈറ്റ്, ഇങ്ങനെ കാണിക്കുക 4 ഇഞ്ച് ഹൈറ്റ്. ഇതിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറഞ്ഞാൽ ഇത് ഫ്രണ്ട് വശത്ത് പ്രത്യേകിച്ച് 4 വോളിയം കൺട്രോൾ കൊടുക്കാനുള്ള ഒരു ഹോളുണ്ട്. പിന്നെ USB കൊടുക്കാനുള്ള ഹോളുണ്ട്. ഒരു പവർ സ്വിച്ച്. കെൻവുഡ് എന്ന് എഴുതിയിട്ടുണ്ട്. കെൻവുഡ് എന്നാണ് എഴുതിയേക്കുന്നത്, അതിൻ്റെ കമ്പനിയാണ്. ഇത് പാനൽ ഞാൻ ടൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല എടുത്തത്. അപ്പോൾ ഈ പാനലൊന്ന് മാറി വേറെ പാനൽ വെക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കിട്ടുവാണെങ്കിൽ ഞാൻ വേറെ പാനൽ വെക്കാം. പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്തോട് പരിചയപ്പെടാം. നമ്മുടെ സ്പീക്കർ സോക്കറ്റ് കൊടുക്കുന്ന 2 സ്പീക്കർ സോക്കറ്റ് കൊടുക്കുന്ന ഹോളുണ്ട്. പിന്നെ ഒരു AC കോഡ് കൊടുക്കുന്ന ഒരു ഹോളുണ്ട്. പിന്നെ RCA സോക്കറ്റിന് ഒരു 6 പിന്നിൻ്റെ RCA സോക്കറ്റ് ഉണ്ട്. ഇവിടെ ഒരു ഹോൾ കിടപ്പുണ്ട്. നമുക്ക് FM ആൻറ്റിനയുടെ ഒക്കെ ഇത് വയറെടുക്കാനായിരിക്കാം, അതുകൊണ്ട് ഇതൊന്ന് തുറന്ന് കാണിക്കാം. ഞാൻ ഇത് തിരിച്ചൊന്നും ഇട്ടില്ല, മേടിച്ചു കൊണ്ട് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ അകവശം. ഇത് ഞാൻ മേടിച്ചത് 350 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചേക്കുന്നത് ഈ ക്യാബിനെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളിലൂടെ പരിചയപ്പെടാം. പിന്നെ നമുക്കതിന് വേണ്ടിയതൊരു AC കോഡ് വയറാണ്. AC കോഡ് വയറിൻ്റെ വില 58 രൂപയാണ്. AC കോഡ് വയർ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഒരു ബുഷ് കിറ്റ്, അതിനെല്ലാം സെറ്റ് ചെയ്യാനുള്ള നട്ട് ബോൾട്ടും അതിൻ്റെ ബുഷും എല്ലാം കൂടെ ഉള്ള ഒരു ബുഷ് കിറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ 2 സ്പീക്കർ സോക്കറ്റ്. സത്യം പറഞ്ഞാൽ ഇതിന് ഒരെണ്ണം മതി. പിന്നെ 2 ഹോൾ ഉള്ളതുകൊണ്ട് തുറന്നിരിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അടച്ച് വെക്കാൻ വേണ്ടി 2 മേടിച്ചതാണ്. ഞാനിപ്പോൾ ഒരു സ്റ്റീരിയോ ബോർഡായിട്ട് മാത്രമേ ആംപ്ലിയറായിട്ട് ചെയ്യുന്നുള്ളൂ, 2.1 ചെയ്യുന്നില്ല. പിന്നീട് എപ്പോഴേലും ഒരു അപ്ഡേഷൻ വരുമ്പോൾ ഞാൻ ബോർഡൊക്കെ മേടിച്ച് വെച്ച് ചെയ്യാം. ഇപ്പോൾ 2 സ്പീക്കർ സോക്കറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു RCA സോക്കറ്റ്. ഈ 2 സ്പീക്കർ സോക്കറ്റിനോട് 20 രൂപ ആയതേ ഉള്ളൂ കേട്ടോ. ഇതിന് വില 40 രൂപ ആയിട്ടുണ്ട്. ഇത് RCA സോക്കറ്റ്, 6 പിന്നിൻ്റെ RCA സോക്കറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ 4 വോളിയം കൺട്രോൾ ഉണ്ട്. ഈ 4 വോളിയം കൺട്രോളിനൂടെ 40 രൂപ ആയതേ ഉള്ളൂ. 2 47Kയും 2 100Kയുടെയും 100Kയുടെയാണ് മേടിച്ചേക്കുന്നത്. പിന്നെ ഒരു പവർ സ്വിച്ച്, ഇത്രയും സാധനം. പിന്നെ ഇതിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് ആംപ്ലിയർ ബോർഡ്. ഈ ആംപ്ലിയർ ബോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന, ഏത് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യനും അറിയാവുന്ന ഒരു ബോർഡാണ്. ഇത് 4440 ബോർഡാണ്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരുപാട് പഴയ ബോർഡാണ്. പണ്ടാണ് എല്ലാ സിസ്റ്റത്തിലും കാണുന്ന ഒരു ബോർഡുമായിരുന്നു ഇത്. ഞാൻ ITI പഠിക്കുന്ന സമയത്തൊക്കെ ഏത് സിസ്റ്റം അയച്ചാലും കാണുന്ന ഈ 4440 STK എന്ന് പറഞ്ഞൊരു ബോർഡുമായിരുന്നു കൂടുതലും കാണുന്നത്. അപ്പോൾ അത് അന്നൊക്കെ നല്ല കമ്പനി ബോർഡ്, IC കമ്പനി ബോർഡ് ഇറങ്ങുന്നുണ്ടായി. ഇപ്പോൾ ഇറങ്ങുന്നതൊക്കെ ചാത്തനാണ്. ഇതും ചാത്തനാണ്. പിന്നെ നമുക്കിതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു വീഡിയോയ്ക്ക് വേണ്ടി മേടിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. പാട്ട് കേൾക്കണമെന്നുള്ള പ്രാന്തൊന്നും ഇപ്പോൾ ഇല്ല. പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് കേൾക്കണമെന്നുള്ള, ആംപ്ലിയർ ചെയ്യണമെന്നുള്ള ഇതൊന്നും ഇല്ലാതെ പിന്നെ ഒരു വീഡിയോ എടുക്കാം. പിന്നെ ചെറുതായിട്ട് ഞങ്ങളുടെ കുഞ്ഞിടയ്ക്കൊക്കെ പാട്ടൊക്കെ വെക്കും. അപ്പോൾ അവർക്കൊരു പാട്ട് കേൾക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം മേടിച്ചതേ ഉള്ളൂ. ഇതിൻ്റെ വില 280 രൂപയായിരുന്നു ഞാൻ മേടിച്ചപ്പോൾ. ഞാൻ മേടിച്ചിട്ടിപ്പോൾ ഒരു 2 മാസത്തിന് മേളിലായി മേടിച്ച് വെച്ചിട്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതിൻ്റെ കണക്ഷനൊക്കെ ഞാൻ ശരിക്കും വീഡിയോ നമ്മൾ ആംപ്ലിയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു തരാമേ.
പിന്നെ ഈ വയറൊക്കെ ഒത്തിരി കനം കുറഞ്ഞ വയറാണ്. ഞാൻ ഈ വയറെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ ഷീൽഡ് വയർ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ ഷീൽഡ് വയർ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള വയറാണ് ഇതൊന്ന്. അപ്പോൾ നമുക്കിതൊന്ന് പരിചയപ്പെടാം. പിന്നെ ഇതിന് ഐ സി ഒന്നും ഒറിജിനൽ ഐ സി ഒന്നും ആവാൻ ചാൻസ് ഇല്ല. പണ്ടത്തെ ഐ സി എന്നൊക്കെ പറയുന്നത് നല്ല ഐ സി ആയിരുന്നു, നല്ല സൗണ്ട്, നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഈ ബോർഡ് നല്ല സെയിൽസ് ഉള്ളൊരു ബോർഡായിരുന്നു. ഇതല്ല പണ്ടിറങ്ങിയതൊക്കെ. ഇപ്പോൾ അത്ര വലിയ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ വല്ല കാസ്റ്റീരിയയിലൊക്കെ വന്നെങ്കിലേ ഉള്ളൂ ഈ ബോർഡ്. നമുക്ക് ഈ 12 വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്റ്റ് എ സി വോൾട്ട് 12 വോൾട്ട് എ സി കൊടുക്കുക. ഇവിടെ ഡയോഡ് ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഇതിനകത്ത് തന്നെ റെക്ടിഫയർ ആയിട്ട് വർക്ക് ചെയ്തോളും. ഈ 12 വോൾട്ട് കൊടുക്കാനാണ് ഈ രണ്ട് വയർ നമുക്ക് 12 വോൾട്ട് എ സി കൊടുക്കാം. ഈ രണ്ട് ചുവപ്പ് ഇട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ഒരു 7805 ഒരു റെഗുലേറ്റർ ഐ സി ഉണ്ട്. ഇതെന്തിനാണ് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് USB ഒക്കെ ഇവത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കണക്ഷൻ 5 വോൾട്ട് എടുക്കുക. അതിനുള്ള വയറാണ് ഈ രണ്ട് വയർ, ചുവപ്പും കറുപ്പും. ഇവിടെയും ചുവപ്പും കറുപ്പുമാണ്, മാറിപ്പോവരുത്. ഇതിന് ശകലം വണ്ണമുണ്ട്, ഇതിന് ശകലം വണ്ണം കുറവാണ് 5 വോൾട്ട് എടുക്കുന്നതിന്. ഒരു 6 ആംപിയറിൻ്റെ ഡയോഡൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ സെനോഡയ 5 വോൾട്ടിൻ്റെ സെനോഡയോടൊക്കെ ഇട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് റെഗുലേറ്റർ ഐ സി. പിന്നെ ഇത് രണ്ടും ഇതിൻ്റെ സ്പീക്കർ കണക്ഷനാണ്. ഈ രണ്ട് വയറിൻ്റെ സ്പീക്കർ ഔട്ടാണ്. ഇത് നമ്മുടെ ഓഡിയോ ഇന്ന് കൊടുക്കുന്നതും ഒരു സൈഡ് ഓഡിയോ ഇന്ന് കൊടുക്കുന്നത്, ഇത് അടുത്ത സൈഡിൽ റൈറ്റ് സൈഡിൽ ഓഡിയോ ഇന്ന് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ ബാസും ട്രബിളും എല്ലാം ഇൻബിൽഡായിട്ടാണ് വരുന്നത്. ഇത് ബാസും ട്രബിളുമാണ് ഒരു സൈഡിൽ, ഇത് ഒരു സൈഡ് ബാസും ട്രബിളും. ഞാനിപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ ഈ ബാസും ബോർഡ് കൊടുക്കത്തില്ല, വേറെ ഒരു ബാസ് ട്രബിൾ ബോർഡ് മേടിച്ച് കൊടുക്കും. ഈ കണക്ഷൻ കൊടുക്കത്തില്ല. അത് നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോൾ അന്നേരത്തെ ആ ഒരു ഇത് വെച്ച് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ഇതിനകത്ത് മേടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് നമ്മുടെ USB മൊഡ്യൂള്. ഈ USB മൊഡ്യൂള് തീരെ ലോക്കലാണ്. ഏതാണ്ട് 60 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. ഇതുണ്ടോ, ഈ അനൗൺസ്മെൻ്റൊക്കെയുള്ള തീരെ വില കുറഞ്ഞ ഒരെണ്ണമാണ്. ഇത് 60 രൂപയേ ഉള്ളൂ ഞാൻ ഇത് മേടിച്ചപ്പോൾ. ഇതിൻ്റെ കൂടെ ഒരു റിമോട്ട് കിട്ടിയിട്ടുണ്ട്, 2 സോക്കറ്റ് ജാക്കും കിട്ടിയിട്ടുണ്ട്. ഇത് 5 വോൾട്ട് പ്രവർത്തിക്കുന്നതാണ്. നമുക്കിത് പ്രത്യേകിച്ച് വേറെ വോൾട്ടേജ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇവത്തെ തന്നെ ഈ റെഗുലേറ്റർ ഐ സിയിൽ നിന്ന് തന്നെ 5 വോൾട്ട് എടുത്ത് പ്രവർത്തിക്കാം. ഇത് ഇത്രയുമാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഞാനൊരു ഉടനെ ഈ വീഡിയോ ചെയ്യാം. ഇത് ആംപ്ലിയർ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെയ്യാമേ. പിന്നെ ഒരു കാര്യം ഞാൻ മേടിച്ചിട്ടില്ല, അത് അറിഞ്ഞുകൊണ്ട് മേടിക്കാതിരുന്നതാണ്. ഇതിന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം, 2 കാര്യങ്ങൾ ഞാൻ മേടിച്ചിട്ടില്ല. ഒന്ന്, ഒരു റെക്ടിഫയർ ബോർഡ്. പക്ഷേ ഇപ്പം ഇവിടുത്തെ ഈ റെക്ടിഫയർ ഉള്ളതുകൊണ്ട് തൽക്കാലം റെക്ടിഫയർ ബോർഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് വേറെ റെക്ടിഫയർ ബോർഡിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടുത്തെ റെക്ടിഫയർ ബോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മേടിക്കാൻ മറന്നുപോയതല്ല, സാധനം എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് മേടിക്കാത്തത്. ഒരു ട്രാൻസ്ഫോമർ ഇവിടെ 3-4 ഇരിപ്പുണ്ട്. അത് നല്ലത് ഏതാണ് വർക്ക് ചെയ്യുന്നത് ഏതാണ് വർക്ക് ചെയ്യാത്തതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് നല്ലൊരു ട്രാൻസ്ഫോമർ ഔത്തിൽ നിന്ന് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ മേടിക്കാഞ്ഞത്. അപ്പോൾ ആ ട്രാൻസ്ഫോമർ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കാം. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇതിനെക്കാട്ടൊക്കെ ട്രാൻസിസ്റ്ററിൻ്റെയും മറ്റേ STKയുടെയും TDAയുടെ IC ഒക്കെ വെച്ചാണ് ആംപ്ലിയർ ചെയ്യുന്നത്. നമുക്കിപ്പോൾ അത്ര വലിയ ഇതൊന്നുമില്ല, ആവശ്യം വരുന്നില്ലാത്തത് കൊണ്ട്, നമ്മൾ മറ്റാർക്കും കൊടുക്കാനല്ലാത്തത് കൊണ്ടും നമ്മുടെ ആവശ്യത്തിനായതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ബോർഡ് അത്ര മോശമൊന്നുമല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.